നമസ്കാരം. SFIയുടെ അക്രമ രാഷ്ട്രീയത്തെ പിന്തുണച്ച മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് VD സതീശൻ. SFIക്ക് വേണ്ടി പ്രവർത്തിച്ചതിനാൽ സംസ്ഥാനത്ത് 35 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. KSUവിന് അത്തരമൊരു ചരിത്രം പറയാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പിണറായി വിജയന്റെ ഈ വീരേതിഹാസ കഥകൾ. നവകേരള സദസ്സിനിടെ ഡിവൈഎഫ്ഐക്കാർ നടത്തിയത് രക്ഷാപ്രവർത്തനം തന്നെയാണ് എന്ന് ആവർത്തിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി. വാഹനത്തിന് മുന്നിൽ ചാടുന്നവരെ പിടിച്ചു മാറ്റുന്നത് രക്ഷാപ്രവർത്തനമല്ലാതെ മറ്റെന്താണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ ഡിവൈഎഫ്ഐ SFI ക്രിമിനലുകൾക്ക് വീണ്ടും പടർന്ന് പന്തലിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലുള്ളതാണ് എന്ന് VD സതീശൻ പറഞ്ഞു. ഇത്തരത്തിൽ സംസാരിക്കാൻ മഹാരാജാവല്ല താങ്കൾ, മുഖ്യമന്ത്രിയാണ് എന്ന വിവേകവും വിവരവും താങ്കൾക്ക് ഉണ്ടാവണമെന്നും VD സതീശൻ ആഞ്ഞടിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക് സഭയിൽ ചോദിച്ചു, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? അത് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ഇന്ന് ഈ സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ആ വാചകങ്ങൾക്ക് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഞങ്ങളിവിടെ പറഞ്ഞു, ഈ ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. സാർ, ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേട്രണേജാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത്. സാർ, രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് ഞാൻ അന്ന് പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു, ഇന്നും പറയുന്നു, എന്നും പറയുന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് സാർ. കാരണം വലിയ സന്തോഷമാണ് അത് കേട്ടപ്പോൾ. ഞങ്ങളാണ് കൈയടിച്ചത് അത് കേട്ടപ്പോൾ. കാരണം നിങ്ങൾ മാറില്ല, നിങ്ങൾ തിരുത്തില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത്. ആ രക്ഷാപ്രവർത്തനം ആവർത്തിച്ച് പറഞ്ഞത്. അതായത് എന്ത് വൃത്തികേടും കാണിക്കാൻ, എന്ത് ക്രിമിനൽ നടപടികളും കാണിക്കാൻ, ആരെയും വേട്ടയാടാൻ, ആരെയും തല്ലിക്കൊല്ലാൻ കുറെ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ സാർ, അവര് വിലയിരുത്തിക്കോട്ടെ. ഇവിടെ ഒരു ചെറുപ്പക്കാരനെ, ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായ ഒരു ചെറുപ്പക്കാരനെ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയപ്പോ അതെങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത്? അതെങ്ങനെയാണ് സാർവദേശീയ സംഭവമാകുന്നത്? സാർ, ഒരു MLA ഒരു പോലീസ് സ്റ്റേഷനിൽ തൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു കുട്ടി ഇരുണ്ട മുറിയിൽ അടികൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ MLA, 2 MLAമാർ ശ്രീ M. വിൻസെന്റും ശ്രീ ചാണ്ടി ഉമ്മനും ആ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ 50 പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഈ MLA M. വിൻസെന്റിനെ കയ്യേറ്റം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത്? മുഖ്യമന്ത്രിയാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റാത്ത വേറെ കുറെ സംഭവങ്ങളിലേക്ക് പോയത്. സാർ, ഞങ്ങളുടെ ചോദ്യം, ഒരു ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഒരു വിദ്യാർത്ഥി നേതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു, കസേരയിൽ ഇരുത്തി വിചാരണ നടത്തി. ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായിട്ട് പോലും സാർ ഞങ്ങൾ വിചാരിച്ചത് ഈ സിദ്ധാർത്ഥിന്റെ സാർ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നു. സാർ, ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായപ്പോൾ സാർ അത് ഇനി കേരളത്തിൽ അത്തരം ഒരു സംഭവം ആവർത്തിക്കില്ല എന്നാണ് കേരളത്തിന്റെ മനസാക്ഷി കരുതിയത്. സാർ, വീണ്ടും അതിന്റെ വേദന മാറുന്നതിന് മുമ്പ് വീണ്ടും ഒരു ചെറുപ്പക്കാരനെ കസേരയിൽ ഇരുത്തി ആൾക്കൂട്ട വിചാരണ നടത്തി അവന്റെ തല കമ്പിയിലിടിപ്പിച്ച് അവനെ ഷൂ വെച്ച് ചവിട്ടിക്കൂട്ടി ക്രൂരമായി മർദ്ദിച്ചു. ആ ശ്വാസം മുട്ടി പിടയുന്ന സമയത്ത് ഞാൻ സിദ്ധാർത്ഥിനെ ഓർത്തുപോയി എന്നാണ് സാൻജോസ് പറഞ്ഞത്. സാർ, ആരാണ് സാർ ഈ ലൈസൻസ് ഒരു ക്യാമ്പസിലെ ഹോസ്റ്റലിലെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഇതുപോലെ ക്രൂര കൃത്യം ചെയ്യാൻ സാർ ആരാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്? സാർ, എന്നിട്ട് ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം എന്തിനാണ് സാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത്? അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ അവിടെ ധർണയിരുന്നത്, അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി. സാർ, അവിടെ എന്തിനാണ് സാർ വീണ്ടും SFIക്കാർ വന്നത്?
പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വീണ്ടും എന്തിനാണ് സാർ SFIക്കാർ വന്നത്? അപ്പൊ ഇവരിങ്ങനെ നടക്കുകയാണ് സാർ. ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അവരെ വീണ്ടും ക്രൂരമായി മറ്റു കുട്ടികളെ മർദ്ദിച്ചു, ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ, പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ, വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ക്രിമിനലുകൾ ഇങ്ങനെ പുറകെ നടന്നു ഇവരെ ഇങ്ങനെ ഉപദ്രവിച്ച സംഭവത്തെക്കുറിച്ചാണ് ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞത്. സർ, ഇവിടെ ഇത് നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻകുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ. ഒരു സംശയവും വേണ്ട, നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ. സാർ, ഇവിടെ മുഖ്യമന്ത്രി കുറെ കാര്യം പറഞ്ഞല്ലോ, എനിക്കതിന് മറുപടി പറയണമല്ലോ. സാർ, ഇവിടെ അലിഖിത നിയമവാഴ്ചയാണ്, പ്രാകൃത ശിക്ഷാരീതിയാണ്. സിദ്ധാർത്ഥിന്റെ കേസിൽ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് ഹോസ്റ്റലിൽ അലിഖിതമായ നിയമവാഴ്ചയാണെന്നാണ്. എന്തും ചെയ്യാം, പ്രാകൃതമായ ശിക്ഷാ നടപടികളാണെന്നാണ്. എന്നിട്ടാണ് ന്യായീകരിക്കുന്നത്. നിങ്ങളുടെ പോലീസാ റിമാൻഡ് റിപ്പോർട്ടിൽ സാർ എഴുതി കൊടുത്തത്. സാർ, ഇവിടെ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിന്റെ മുഖത്തല്ലടിച്ച്, എന്നിട്ട് ഒരു SFI ഏരിയ സെക്രട്ടറി പ്രസംഗിക്കുകയല്ലേ. സാർ, എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഞാൻ ഈൽഡ് ചെയ്യുന്നില്ല. സാർ, അങ്ങ് സംസാരിച്ചോ. അങ്ങക്ക് ഇന്ററപ്ഷൻ. ഞാൻ വഴങ്ങുന്നില്ല. ഞാൻ സംസാരിക്കാം. സാർ, കഴിഞ്ഞ ദിവസം SFIയുടെ ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചെന്താ സാർ? അയാളുടെ 2 കാല് കൊത്തിയെടുക്കും. ആരുടെ? പ്രിൻസിപ്പലിന്റെ. പറഞ്ഞില്ലേ, 2 കാലും കൊത്തിയെടുക്കും. അവന്റെ നെഞ്ചത്ത്, ആരുടെ? പ്രിൻസിപ്പലിന്റെ. അടുപ്പ് കൂട്ടും. അവിടെയുള്ള അധ്യാപകരെ കൊണ്ടുപോകാൻ ഈ പോലീസിന് മതിയാവില്ല. 2 ആംബുലൻസ്, നിങ്ങളുടെ പോലീസ് നോക്കിയാ പറഞ്ഞത്, ഈ പോലീസ് മതിയാവില്ല, 2 ആംബുലൻസ് കൂടി കൊണ്ടുവരുത്തി വരും. അത് കാല് വെട്ടിക്കളയുന്ന അധ്യാപകരെ ആശുപത്രിയിൽ എത്തിക്കുക. സാർ, ഇത് കേരളമാണോ? സാർ, you please. I am on my legs. Yes, You please, have please, no please, right. please. No right to intervene. No right. I am on my legs. പ്ലീസ്, അങ്ങ് സംസാരിച്ചോ. പ്ലീസ് അവര് സംസാരിക്കട്ടെ. പ്ലീസ്, അവര് സംസാരിക്കട്ടെ. പ്ലീസ്, അവിടെ ഇരിക്കെ. പ്ലീസ്, അവിടെ ഇരിക്കെ. യെസ്. സാർ, ബഹുമാനപ്പെട്ട മന്ത്രി പാർലമെന്ററി വകുപ്പിന്റെ കൂടെ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളൊക്കെ അറിയണം. സാർ, ഞങ്ങൾ പറഞ്ഞു, തിരുവനന്തപുരം ലോ കോളേജിലെ സംഭവം ഞാൻ ഇവിടെ അവതരിപ്പിച്ചു. അന്ന് മുഖ്യമന്ത്രി ഇതുപോലെ ന്യായീകരണം നടത്തി. സാർ, ഞങ്ങളുടെ പെൺകുട്ടികളെ ചവിട്ടി നിലത്ത് വലിച്ചിട്ട് ചവിട്ടിയപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നത്. സങ്കടം വന്നിട്ട് കൊണ്ടുവന്നാൽ സാർ, അന്നേരം ന്യായീകരിച്ചു. പിറ്റേ മാസം 21 അധ്യാപകരെ, 16 അധ്യാപികമാരുൾപ്പെടെയുള്ളവരെ, 21 അധ്യാപകരെ ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു. പുറത്തിറങ്ങാൻ ശ്രമിച്ച അധ്യാപികയുടെ കൈ തിരിച്ചു പിടിച്ചു. സാർ, ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോൾ അവർക്ക് പ്രതീകാത്മകമായി ശവപ്പെട്ടി ഒരുക്കി കൊടുത്തു. വേറൊരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കേട്ടോളം, ഇവിടെ സംഘപരിവാറിന്റെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ അധ്യാപക സംഘടനയിൽ 29 വർഷം പ്രവർത്തിച്ച ആ പ്രിൻസിപ്പലാണ് ഇപ്പൊ ആലത്തൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി നിന്ന്. നിങ്ങൾ കൊടുത്താണ് അവരെ. നിങ്ങൾ കൊടുത്താണ്. സാർ, മഹാരാജാസ് കോളേജിൽ അവിടെ ഇരിക്കെ. അദ്ദേഹം പറയട്ടെ. പ്ലീസ്. ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ.
ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. അവിടെ ഇരിക്ക് പ്ലീസ്. അവിടെ ഇരിക്ക് അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ്. അവിടെ ഇരിക്ക്. യെസ്. മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. 9 മിനിറ്റ്. സാർ, മഹാരാജാസ് കോളേജിൽ ഇതുപോലെ നിങ്ങളിരിക്കും. എന്താണ് സാർ, ഒരു മര്യാദ വേണം, മന്ത്രിയായ ഒരു മര്യാദ വേണം ആദ്യം. സാർ, മഹാരാജാസ് കോളേജിൽ അങ്ങ് സംസാരിച്ചോ. സാർ, മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പലിന്റെ കസേര പുറത്തു കൊണ്ടുപോയി കത്തിച്ചു. അതിനേക്കാളും നല്ല പ്രിൻസിപ്പലിനെ കത്തിക്കുന്നതായിരുന്നു. പ്രതീകാത്മകമായി ചെയ്താണ്. സാർ, MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ASF സംസ്ഥാന നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചു. SFI നേതാക്കൾ പറഞ്ഞ വാക്കുകൾ എനിക്കിവിടെ പറയാൻ പറ്റില്ല, അൺപാർലമെന്ററിയാണ്. സാർ, നവയുഗം ജനയുഗം എഴുതിയെന്താ? ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിച്ച ഈ വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് റവന്യൂ മന്ത്രിയുടെ പത്രമായ ജനയുഗം എഴുതിയത് ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തു. SFIക്കാര് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് ആ പോയ പോക്കിൽ ഗാന്ധിയുടെ ചിത്രത്തിന് മാലയിടാൻ വേണ്ടി പോയതാണോ? ആണോ പോയത്? നിങ്ങൾ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. നിങ്ങൾ എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് അടിച്ചു തകർത്ത്? എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് നിങ്ങൾ എന്തിനാ അടിച്ചു തകർത്തത്? സാർ, പറയാം, ചാപ്പകുത്തി കാര്യം പറയാം. സാർ ASFന്റെ നേതാവ് സുബേഷ് സുധാകരൻ 123 ദിവസം SFIക്കാർ ആക്രമിച്ചിട്ട് ആശുപത്രി കിടന്നു. അയാൾ പറഞ്ഞെന്താണെന്നറിയാമോ? ഞങ്ങളെ ഇന്ന് വരെ ഒരു ക്യാമ്പസിലും KSUക്കാർ മർദ്ദിച്ചിട്ടില്ല. ഞങ്ങളെ മർദ്ദിക്കുന്നതും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതും SFIക്കാരാണ്. സുബേഷ്, ASF നേതാവ്. സാർ, ഇവിടെ പറഞ്ഞല്ലോ AKG സെന്ററിൽ ബോംബെറിഞ്ഞു. എന്നിട്ട് സാർ, ഇതേപോലത്തെ ആളുകളാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് റോട്ടിലിറങ്ങിയാലും. പ്ലീസ്, അങ്ങ് സംസാരിച്ചോ. അങ്ങോട്ട് നോക്കണ്ട. എനിക്ക് സംരക്ഷണം. അതെ, ഇപ്പൊ സംസാരിക്കാൻ ഒരു പ്രോബ്ലം ഇല്ല. ഇവിടെ എന്ത് മര്യാദ? ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ സംസാരിച്ചോ. അതങ്ങ് ഇഗ്നോർ ചെയ്യും. നിങ്ങൾ സംസാരിച്ചോ. അങ്ങക്ക് മൈക്കുണ്ട്. അങ്ങ് സംസാരിച്ചോ. ഞാൻ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത് അങ്ങയുടെ പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ട് കൃത്യമായി. അങ്ങ് സംസാരിച്ചോ. അങ്ങനെ സംസാരിക്കാൻ പറ്റും. മറുഭാവം കേൾക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് സൈലന്റ് ആക്കിയ ഒരു അടിയന്തരമായ പ്രസംഗം നടക്കുവോ? പിൻ ഡ്രോപ്പ് സൈലൻസിൽ എപ്പോഴും കൂടെ പ്രസംഗം നടന്നിട്ടുണ്ടോ? അങ്ങേക്ക് അതിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. ആരിരുന്നാലും ഇവിടെ അങ്ങനെ തന്നെയാണ് സ്ഥിതി. ചെയറിൽ നാളെ നിങ്ങൾ ഇരുന്നാലും തന്നെ ഗതി. ചെയറിൽ എനിക്ക് പകരം അങ്ങ് ഇരുന്നാലും തന്നെ ഗതി. പിൻ ഡ്രോപ്പ് സൈലൻസ് ഒരിക്കലും ആവാറില്ല ഇവിടെ. അത് രണ്ടു പക്ഷവും കാണിക്കുന്ന മര്യാദയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലീസ് അങ്ങ് പറഞ്ഞോ. എഴുന്നേറ്റ് ഇരിക്കാൻ പറയാം. അവിടെ ഇരിക്ക്. ഞാൻ എല്ലാം പറഞ്ഞിട്ടേ പോവുള്ളൂ. മുഖ്യമന്ത്രി ചോദിച്ചു, AKG സെന്ററിൽ ബോംബെറിഞ്ഞതിന് നിങ്ങൾ എന്തെല്ലാം വാർത്തകൾ വന്നു? സാർ, ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനാരാ? P. കൃഷ്ണപിള്ള. ആ സ്മാരകം തല്ലിത്തകർത്ത ആരാ? നിങ്ങൾ തന്നെയല്ലേ? അങ്ങയുടെ പ്രസംഗം 13 മിനിറ്റ് കഴിഞ്ഞു. അങ്ങയുടെ പ്രസംഗം 13 മിനിറ്റ് കഴിഞ്ഞു. സാധാരണ ഒരു വാക്കൗട്ട് സ്പീച്ച് നിങ്ങൾ നടത്താറില്ല. അങ്ങ് തന്നെ പാലിക്കുന്ന ജെന്റിൽനെസ് ഉണ്ട്. 2 മറുപടിയാണ് മുഖ്യമന്ത്രി. 2 മറുപടിയാണ്. ക്ലോക്കിൽ വളരെ ക്ലിയർ ആയി ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി 2 മറുപടിയാണത്. പ്ലീസ്. നിങ്ങള്
ഒരു പ്രതിപക്ഷ നേതാവിനെ 13 മിനിറ്റ് ആയപ്പോ സമയമായെന്ന് അങ്ങ് പാലിക്കുന്ന മര്യാദയാണ്. ബഹളം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ 10 മിനിറ്റ് ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. സാർ ചാപ്പകുത്തിയ സംഭവം പറഞ്ഞു. സാർ 2000 ആണ്ടിലാണേ, 2000 നവംബർ 10 ചാപ്പകുത്തി. സാർ ആ വിദ്യാർത്ഥി എവിടെയാണ് സാർ പറഞ്ഞേക്കണത്? നിങ്ങളുടെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു, അത് കോൺഗ്രസ് ഓഫീസിലെ ചാപ്പകുത്തിയെന്ന്. ആ വാർത്ത വായിച്ചിട്ട് ഇവിടെ ഒന്നും പറയല്ലേ സാർ? ഒരു വാർത്തയില്ല. ഞാൻ നിങ്ങളിരിക്കി ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് സാർ. ഇവിടെ നടക്കുന്നത് ഈ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാക്കി പൈശാചികമായ വേട്ട നടത്തി എതിർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരെയും സമ്മതിക്കാതെ, ഞങ്ങളെ മാത്രമല്ല ASF ഉൾപ്പെടെ ആരെയും സമ്മതിക്കാതെ ക്യാമ്പസുകളിലെ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. സാർ, മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയോട് കൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനി ഇവരെ നിയന്ത്രിക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ. നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ കൈവിട്ടു പോകും. സാർ, ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇതൊരു കാരണവശാലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് നേരാത്താണ്. അങ്ങ് നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു. നവകേരള സദസ്സിൽ നിങ്ങൾക്ക് ആ നവകേരള സദസ്സ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട, നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. നിങ്ങൾ അധികാരം കയ്യിൽ വന്നപ്പോ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോ, നിങ്ങൾ ആ കുട്ടികളെ മുഴുവൻ മർദ്ദിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മഹാരാജാവാണെന്ന്. നിങ്ങൾ മഹാരാജാവല്ല, എന്നാണ് കേരളം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. സാർ, അതാണ് നിങ്ങൾ ധരിക്കേണ്ടത്. എന്നെ കൊണ്ട് പറയിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് അങ്ങ് വാക്കൗട്ട് ചെയ്യുന്നുണ്ടോ?